നോർത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് വെറ്ററിനറി അഡ്മിഷൻ സംബന്ധിച്ചൊരു മേജർ സ്റ്റെപ്പാണ് അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി ഓഫ്ലൈൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ ദിവസവും ഓരോ വർഷവും ഓരോ വെന്യൂ കാണും. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയറുകൾ വേറെ ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും പോയ കുറേ പേർക്ക് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതേപ്പറ്റിയുള്ള കുറച്ച് പോയിന്റ്സാണ് നമ്മളോട് പറയുന്നത്. മേജറായിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഉം. അപ്പോൾ അവരെ സംബന്ധിച്ച് പറ്റുന്നത് ഏറ്റവും പ്രീമിയം കോളേജിലെ ഫീസിനേക്കാളും കുറഞ്ഞ ഫീസിലായിരിക്കും. ഇവർക്ക് ഓൾറെഡി ഒരു കോളേജ് അലോട്ടായിട്ടാണ് ഇവർ അങ്ങോട്ട് വരുന്നത്. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും പ്രീമിയം കോളേജിൽ ഏറ്റവും മലയാളീസ് പഠിക്കുന്ന കോളേജിനെ കിട്ടേണ്ട ഇവർക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടുമായിരിക്കും. അതെ. ഇവരത് നോക്കാണ്ട് ആക്ച്വലി ഫസ്റ്റ് റൗണ്ടിൽ ഇവർ തന്നെ അപ്ലൈ ചെയ്ത് ഇതിനേക്കാൾ ഫീസ് കൂട്ടി. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എല്ലാ കോളേജിലും ഫീസ് സെയിം ആണ്. പക്ഷേ നമ്മളെടുക്കുമ്പോൾ ഈ പ്രീമിയം കോളേജിൽ കുറച്ച് ഫീസ് കുറച്ചായിരിക്കും. സ്കോളർഷിപ്പോടുകൂടിയൊക്കെ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഇവരത് നോക്കാണ്ട് ഏറ്റവും കൂടിയ ഫീസിൽ വന്നിട്ട് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കും. നമ്മൾ ഓൾമോസ്റ്റ് ലോക്കാണ്. നമ്മളവിടെ കൗൺസിലിങ്ങിന് ഫിസിക്കലി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള കോളേജുകളിൽ നമ്മുടെ പകുതി മാർക്ക് പോലും ഇല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാവരും എടുക്കാൻ പോകണല്ലോ. അവർക്ക് ചിലപ്പോൾ അതും അപ്പോഴും മനസ്സിലാകത്തില്ല. പഠിച്ചൊരു മാസം കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ വേറെ നല്ല കോളേജസ് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ ഇതാണ് ആക്ച്വലി നിങ്ങളൊരു കൗൺസിലിംഗ് ഡയറക്റ്റ് വന്ന് ആക്ച്വലി എടുക്കുന്നതിന് മുമ്പേ ആക്ച്വലി ഈ കോളേജ് വിസിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം കമ്പൽസറിയാണ്. കാരണം കൗൺസിലിംഗ് നടക്കുന്നത് കോളേജിൽ നിന്ന് ഒരു 500 കിലോമീറ്റർ അപ്പുറേ ബിക്കാനീറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹരിയാനയിലാണെങ്കിൽ റോട്ടക്കിലൊക്കെ ആയിരിക്കും, യൂണിവേഴ്സിറ്റിയിലായിരിക്കും കൗൺസിലിംഗ് നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഈ കോളേജ് കാണാനുള്ള ഓപ്ഷനേ ഇല്ല. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഈ കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു 3-4 തവണയെങ്കിലും ഡേറ്റ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു പോയി. അതെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ അത് ഇലക്ഷൻ ടൈമൊക്കെ ആയിരുന്നു. ഗവൺമെൻറ് ഡ്യൂട്ടീസ് ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് പണി കിട്ടി. കാരണം അവരൊരു സ്പെസിഫിക് ഡേ ഫിക്സ് ചെയ്ത് നേരത്തെ ലീവ് മാർക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് അസിസ്റ്റൻസ് ഇല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻ എടുത്തിട്ട് വേണം നമ്മൾ അത് പോകാനായിട്ട്. അതെ, ഈ പറഞ്ഞ പോലെ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ കോളേജ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിനും കോളേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് തോന്നും. പക്ഷേ അതൊരിക്കലും ഒരു പോസിബിളായ കാര്യമല്ല. പിന്നെ ആ കോളേജിൽ അഡ്മിഷൻ എടുത്ത് അവർ ഈ പറഞ്ഞ പോലെ നിങ്ങളവിടെ ലോക്ക് ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതെ. സോ കോളേജ് വിസിറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഓഫ്ലൈൻ കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത്. അതെ. സോ അതുമാത്രമല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണുന്ന ഫീസിനേക്കാളും ഒരു ലോവർ ഫീസിൽ കിട്ടാനുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിൻ്റെയും ഫീസ് നോക്കിയാൽ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഒരു 40 lakhs എബവ് ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജിൽ പഠിക്കാൻ നമുക്കൊരു 38 ലക്ഷം രൂപ 39 ലക്ഷം രൂപ ഫീസ് മതി. സോ കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആക്ച്വലി നിങ്ങൾ കോളേജായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 2 days കൊണ്ട് നമുക്ക് എല്ലാ കോളേജും വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.